പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷോപ്പിലൊക്കെ കിട്ടുന്ന ഈ ക്യാപ്പച്ചിനോ കോഫി നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് 2 രൂപയുടെ 3 ബ്രൂ കോഫിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബോട്ടിലാണ്. ഇനി ഈ ബോട്ടിലിന്റെ മൂടി തുറന്നിട്ട് നമുക്ക് എന്താക്കാം, ഈ കോഫി പൗഡറൊക്കെ നമുക്ക് ഇതിലോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 പാക്കറ്റും പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളെ മധുരത്തിനനുസരിച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഇളം ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന്റെ മൂടി ഒന്ന് അടച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് നല്ലതുപോലെ നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം. ചൂട് പാലാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പാലിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പൊ പാല് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാലിന്ന് കുറച്ച് പത കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റ് കോഫീന്റെ മുകളിൽ ഈ പദം ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതാ പത കിട്ടിയിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ചില്ലിന്റെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ കുപ്പി വെച്ച് ചെയ്തിട്ട് നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നല്ല ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് പാലിന്റെ പത ഇട്ട് കൊടുക്കാം. നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ഡിസൈൻ ചെയ്യാവുന്നതാണ്. എനിക്ക് അധികം ഡിസൈൻ ഒന്നും അറിയാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തിവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡിസൈൻ ചെയ്ത് കണ്ടില്ലേ, ഇതാ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേറൊരു കപ്പിലും കൂടി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഈ കപ്പിലും കൂടി കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലോട്ടും പാലിന്റെ പത ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ഒന്നും കൂടി ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റിക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.